റാപ്പർ വേടൻ്റെ പ്രോഗ്രാമിനിടയിൽ ഒരു അപകടമുണ്ടായി. ആ പരിപാടിക്കായി LED ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് ടെക്നീഷ്യൻ മരിച്ചു. ആറ്റിങ്ങൽ കോരാണി ഇടക്കൊടവശി ലിജു ഗോപിനാഥാണ് മരിച്ചത്. കിളിമാനൂരിലെ ഷോ നടത്താൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. വൈകുന്നേരം 5 മണിയോടെയാണ് അപകടം നടന്നത്. ഉടൻ തന്നെ കിളിമാനൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വേടൻ്റെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാണ് അപകടം നടന്നത്. വൈകിട്ട് 4:30 മണിയോടെ വേടൻ സ്ഥലത്തെത്തി സ്റ്റേജും അവിടുത്തെ സൗണ്ട് സിസ്റ്റവും പരിശോധിച്ച് വിശ്രമ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. അതിനുശേഷമാണ് അപകടമുണ്ടായി ടെക്നീഷ്യൻ മരിക്കുന്നത്. അതിന് പിന്നാലെ സംഗീത പരിപാടിയും മാറ്റിവെച്ചു. ഇതോടെ പരിപാടി കാണാനെത്തിയ കാണികൾ രോഷാകുലരായി മാറി. പരിപാടി മുടങ്ങിയ വിവരം രാത്രിയോടെ ഭാരവാഹികൾ മൈക്കിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതോടെ സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയെറിഞ്ഞ് ആരാധകർ പ്രതിഷേധിച്ചു. ടെക്നീഷ്യൻ മരിച്ചതിൽ മനോവിഷമമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വേദിയിൽ വന്നു നിന്ന് പാടാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നും വേടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. മറ്റൊരു ദിവസം ഇതേ സ്ഥലത്ത് പാടാൻ വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വേടൻ ഇക്കാര്യം ആരാധകരോടായി തുറന്നു പറഞ്ഞത്. ആൾക്കൂട്ടവും സുരക്ഷാക്കുറവും മൂലം പരിപാടി റദ്ദാക്കാനുള്ള കാരണം നേരിട്ട് വന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടെന്നും വേടൻ പറഞ്ഞു. വേടൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് പാട്ടുപാടാൻ മാനസികമായി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായും സംസാരിച്ചിട്ടുമുണ്ട്. എന്നെ കാണാനും കേൾക്കാനും ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിലും വലിയൊരു വേദിയിൽ ഇതിലും സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നൊരു ചേട്ടൻ മരണപ്പെട്ടതിലും. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി വേടൻ. പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഇതാണ് ആ കുറിപ്പ്. എന്നാൽ വേടനെതിരെ പറയാൻ ഒരു കാരണം തിരക്കി നടന്നവർ ഇതും ഒരു അവസരമാക്കിയെടുത്തു. കിളിമാനൂരിൽ കാത്തുനിന്ന ആയിരങ്ങളെ വേടൻ പറ്റിച്ചു. ഗർഭിണികളെ അടക്കം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേദിയിൽ പോലും വരാതെ വേടൻ മുങ്ങി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ. ഒരാൾ മരണപ്പെട്ടു. എന്നാൽ സംഘാടകർ അത് കാണികളോട് പറയാതെ മറ്റൊരു കാരണം ആദ്യം പറഞ്ഞു. ഇതിൽ വേടൻ്റെ ഭാഗത്തെ തെറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരാളാണ് മരിച്ചതെന്നും പറയുന്നു. അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടും പാട്ട് കേട്ട് തിരികെ പോകുക എന്ന നിർബന്ധം പിടിക്കുന്നവർ മനുഷ്യനാണോ? അവരാണ് വേടൻ ചെയ്ത മഹാ അപരാധത്തെക്കുറിച്ച് പറയുന്നത്. തൻ്റെ പരിപാടിക്ക് കൂടെ നിൽക്കുന്ന ഒരു ടെക്നീഷ്യൻ അതേ വേദിയിൽ സംഭവിച്ച ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ആശുപത്രിയിൽ നിന്നും വിവരം അറിയുന്നത് വൈകിയാണ്. ആ വേദിയിൽ വന്ന് ആടിപ്പാടി ആളുകളെ രസിപ്പിക്കാൻ ചിലപ്പോൾ ചില മനുഷ്യർക്ക് കഴിയില്ല. പകരം വേറൊരു ദിവസം വന്ന് പാടാം എന്ന് മാത്രമേ അയാൾക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ വേടനെ ഇനിയും കല്ലുകൾ എറിയണം. ആ കല്ലേറുകൾ തന്നെയാണ് അയാളെ വളർത്തുന്നതും. വേടൻ ഒരു പാട്ടിൽ പാടിയ പോലെ ആ കല്ലുകൾ പെറുക്കി വഴിയുണ്ടാക്കി അതിലൂടെ വില്ലുവണ്ടിയിൽ വരുമ്പോഴാണ് അയാളുടെ തലപ്പാവ് കൂടുതൽ തിളങ്ങുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും വേടനെ വിമർശിച്ചുകൊണ്ടിരിക്കുക, അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക.